നമസ്കാരം. കഴിഞ്ഞ ക്ലാസ്സിൽ എയർ ഇഞ്ചക്ഷൻ സിസ്റ്റം, ക്രാങ്കേസ് വെന്റിലേഷൻ സിസ്റ്റം അഥവാ പോസിറ്റീവ് ക്രാങ്കേസ് വെന്റിലേഷൻ സിസ്റ്റം, ഓക്സിജൻ സെൻസർ, കാറ്റലിറ്റിക് കൺവേർട്ടർ തുടങ്ങിയ ടോപ്പിക്കുകളെ പറ്റി നമ്മൾ പഠിക്കുകയുണ്ടായി. എമിഷൻ കൺട്രോൾ സിസ്റ്റം പാർട്ട് 3യിൽ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് EGR, exhaust gas recirculation system, ORVR, onboard refueling vapor recovery system, EVAP, evaporative emission control system, SCR, selective catalytic reduction, DEF, diesel exhaust fluid or AdBlue തുടങ്ങിയ ടോപ്പിക്കുകളെ പറ്റിയാണ് വിശദമായി മനസ്സിലാക്കാൻ പോകുന്നത്. ഇനി ആദ്യമായി എക്സോസ്റ്റ് ഗ്യാസ് റീസർക്കുലേഷൻ സിസ്റ്റം അഥവാ EGR എന്താണെന്ന് മനസ്സിലാക്കാം. എക്സോസ്റ്റ് ഗ്യാസ് റീസർക്കുലേഷൻ സിസ്റ്റം ആസ് effective measures to reduce nitrogen formation was firstly adopted in diesel engines, but with the growing energy and environmental problems, EGR has been commonly used also in gasoline engines together with other advanced techniques. അതായത് നേരത്തെ എല്ലാം EGR എന്ന് പറയുന്നത് ഡീസൽ എഞ്ചിനിൽ മാത്രമാണ് കൊടുത്തിരുന്നത്. പക്ഷേ ഇപ്പോഴത്തെ ഗ്രോയിങ് എനർജി ആൻഡ് എക്കണോമിക്കൽ എൻവയറമെൻ്റൽ പ്രോബ്ലംസ് ഒക്കെ വന്നപ്പോൾ, കൂടുതലായിട്ട് പൊല്യൂഷനൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ പെട്രോൾ എഞ്ചിൻസിലും എക്സോസ്റ്റ് ഗ്യാസ് റീസർക്കുലേഷൻ ഉപയോഗിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. The EGR system is one of the several vehicle emission control systems. It helps to reduce the amount of nitrogen oxide, NOx എന്ന് പറയുന്നതിനെ, இந்த എക്സോസ്റ്റ് ഗ്യാസിലുള്ള NOxനെ, nitrogen oxides are normally, അതായത് ഒരു എക്സോസ്റ്റ് ഗ്യാസിൽ കൂടി പുറന്തള്ളപ്പെടുന്ന നൈട്രജൻ ഓക്സൈഡിൻ്റെ അളവ് കുറയ്ക്കുക എന്ന് പറയുന്നതാണ് ഒരു എക്സോസ്റ്റ് ഗ്യാസ് റീസർക്കുലേഷൻ സിസ്റ്റത്തിലൂടെ സഹായകമായി തീരുന്നത്. Nitrogen oxides are normally formed in the process of combustion in the engines. എഞ്ചിൻസിനകത്ത് കമ്പഷൻ നടക്കുന്നതിൻ്റെ ഫലമായിട്ടാണ് നൈട്രജൻ ഓക്സൈഡ് ഫോം ചെയ്യപ്പെടുന്നത്. ഇങ്ങനെ ഫോം ചെയ്യപ്പെടുന്ന നൈട്രജൻ ഓക്സൈഡിൻ്റെ അളവ് കുറയ്ക്കുക എന്ന് പറയുന്നത്, എക്സോസ്റ്റിലൂടെ പോകുന്ന അളവ് കുറയ്ക്കുക എന്ന് പറയുന്നതാണ് ഒരു EGR സിസ്റ്റം ചെയ്യുന്നത്. അതിൻ്റെ ഒരു സിസ്റ്റം കൊടുത്തിട്ടുണ്ട്, നോക്കിയാൽ കാണാം. ഒരു EGR വാൽവ് കൊടുത്തിട്ടുണ്ട്. EGR വാൽവിനെ കൺട്രോൾ ചെയ്യാനായിട്ടൊരു EGR കൺട്രോൾ സോളിനോയിഡും പ്രൊവൈഡ് ചെയ്തിരിക്കുന്നു. ഈ സോളിനോയിഡിനെ ECUമായിട്ടും അല്ലെങ്കിൽ PCM എഞ്ചിൻ കൺട്രോൾ യൂണിറ്റുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു. ഇനി EGR വാൽവ് എന്ന് പറയുന്നത് ഇൻലെറ്റ് മാനിഫോൾഡിനെയും എക്സോസ്റ്റ് എന്ന് വരുന്ന സർക്യൂട്ടിനെയും കണക്ട് ചെയ്യാനായിട്ടാണ് EGR വാൽവ് കൊടുത്തിരിക്കുന്നത്. ഇത് ആൾമോസ്റ്റ് എല്ലാ സമയത്തും ക്ലോസ്ഡ് പൊസിഷനായിരിക്കും. EGR വാൽവ് എന്ന് പറയുന്നത് എല്ലാ സമയത്തും ക്ലോസ്ഡ് പൊസിഷനായിരിക്കും. എക്സോസ്റ്റ് കൂടി എക്സോസ്റ്റ് ഗ്യാസ് കാറ്റലിറ്റിക് കൺവെർട്ടറിലൂടെ ടെയിൽ പൈപ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സർക്യൂട്ടിൽ നിന്നാണ് EGR വാൽവിൻ്റെ ഭാഗത്തേക്ക് ഒരു സർക്യൂട്ട് വന്നിരിക്കുന്നത്. ആരോമാർക്ക് നോക്കിയാൽ കാണാം അത് നേരെ വന്നിരിക്കുന്നത്. പക്ഷേ ആ വാൽവ് തുറക്കുകയാണെങ്കിൽ മാത്രമേ അത് ഇൻലെറ്റ് മാനിഫോൾഡിലേക്ക് എൻ്റർ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. Many engines have a system that routes a metered amount of exhaust gases into the intake way under particular operating conditions. ചില പ്രത്യേക സാഹചര്യങ്ങൾ, എക്സാമ്പിൾ എഞ്ചിൻ്റെ ടെമ്പറേച്ചർ ഏകദേശം 2500 ഡിഗ്രിക്ക് മുകളിൽ കൂടുകയാണെന്നുണ്ടെങ്കിൽ എക്സോസ്റ്റിൽ നൈട്രജൻ ഓക്സൈഡിൻ്റെ അളവ് കൂടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ആ സമയത്ത് എഞ്ചിനകത്തേക്ക് ഈ എക്സോസ്റ്റ് ഗ്യാസിനെ എക്സോസ്റ്റ് സിസ്റ്റത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന എക്സോസ്റ്റ് ഗ്യാസിനെ വീണ്ടും എഞ്ചിനകത്തേക്ക് എൻ്റർ ചെയ്ത് അതിനെ ഫ്രഷ് ഗ്യാസുമായിട്ട് മിക്സ് ചെയ്തിട്ട് വീണ്ടും അതിനെ കത്തിക്കാൻ, സാധാരണ കത്തിക്കുന്ന പോലെ കത്തിച്ചിട്ട് പുറന്തള്ളപ്പെടുന്ന സമയത്ത് നൈട്രജൻ ഓക്സൈഡിൻ്റെ അളവ് കുറയുന്നതായിട്ട് കണ്ടെത്താനായിട്ട് സാധിച്ചു. അതിൻ്റെ ഫലമായിട്ടാണ് ഇങ്ങനെ എക്സോസ്റ്റ് EGR സിസ്റ്റം എന്ന് പറയുന്ന സിസ്റ്റം ഇതിൽ അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത്. അതായത് എക്സോസ്റ്റ് ഗ്യാസ് നൈദർ ബേൺസ് നോർ സപ്പോർട്ട്സ് combustion, so it dilutes the air fuel charge to reduce peak combustion chamber temperature. This is in turn reduces the formation of nitrogen oxide. എഞ്ചിൻ ടെമ്പറേച്ചർ ഹൈ ആകുന്തോറുമാണ് നൈട്രജൻ ഓക്സൈഡ് ഫോം ചെയ്യാനുള്ള സാധ്യതയുള്ളത്. അപ്പോൾ എഞ്ചിൻ ടെമ്പറേച്ചർ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓൾറെഡി കത്തിയിരിക്കുന്ന എക്സോസ്റ്റ് ഗ്യാസിനെ കമ്പഷൻ സമയത്ത് എൻ്റർ ചെയ്യുന്ന സമയത്ത് കംപ്രഷൻ റേഷ്യോയിൽ ചെറിയൊരു വേരിയേഷൻ വരുത്തിക്കൊണ്ട് എഞ്ചിൻ്റെ ടെമ്പറേച്ചറിനെ കുറയ്ക്കുന്നതിൻ്റെ ഫലമായിട്ട് നൈട്രജൻ ഓക്സൈഡ് കുറയാനായിട്ട് സാധിക്കുന്നുണ്ട്. അതാണ് ഒരു EGR സിസ്റ്റം ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ആണ് ഓൺബോർഡ് റീഫ്യൂലിംഗ് വേപ്പർ റിക്കവറി സിസ്റ്റം, ORVR, അതായത് ഓൺബോർഡ് റീഫ്യൂലിംഗ് വേപ്പർ റിക്കവറിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം. ചിത്രത്തിൽ നോക്കിയാൽ കാണാം ഒരു
പെട്രോൾ പമ്പിൽ നിന്നും വാഹനത്തിൽ റീഫിൽ ചെയ്യുന്ന സമയത്തുള്ള ഒരു ചിത്രമാണ് കൊടുത്തിരിക്കുന്നത്. റീഫിൽ ചെയ്യുന്ന സമയത്ത് ആക്ച്വലി നമുക്കറിയാം, റീഫില്ലിംഗ് ക്യാപ്പ് തുറന്നിട്ട് റീഫില്ലർ അതിനകത്തേക്ക് വെക്കുന്ന സമയത്ത് ടാങ്കിനകത്ത് പോയിക്കൊണ്ടിരിക്കുന്ന ഫ്യൂല് തന്നെ ചില ഫിഗറിൽ നോക്കി കാണാം, വേപ്പറും ലിക്വിഡുമായിട്ടാണ് കാണുന്നത്. ആക്ച്വലി അപ്പോൾ റീഫില്ലിംഗ് സമയത്ത് ക്യാപ്പിനകത്തു നിന്നും റീഫില്ലിംഗ് ഇൻലെറ്റിൽ കൂടെ അറ്റ്മോസ്ഫിയറിലേക്ക് വേപ്പേഴ്സ് കടന്നു വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഇതിനെ ഓവർകം ചെയ്യാൻ വേണ്ടി കൊടുത്തിരിക്കുന്ന ഒരു സിസ്റ്റമാണ് വേപ്പർ റിക്കവറിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. അതായത് ഓൺ ബോർഡ് റീഫില്ലിംഗ് വേപ്പർ റിക്കവറിംഗ് സിസ്റ്റം ഈസ് എ വെഹിക്കിൾ എമിഷൻ കൺട്രോൾ സിസ്റ്റം ദാറ്റ് ക്യാപ്ചേഴ്സ് ഫ്യൂൽ വേപ്പേഴ്സ് ഫ്രം ദ വെഹിക്കിൾ ഗ്യാസ് ടാങ്ക് ഡ്യൂറിങ് റീഫില്ലിംഗ്. റീഫിൽ ചെയ്യുന്ന സമയത്ത് ഗ്യാസ് ടാങ്കിൽ നിന്നും അറ്റ്മോസ്ഫിയറിലേക്ക് പോകാൻ സാധ്യതയുള്ള വേപ്പേഴ്സിനെ അത് ക്യാപ്ചർ ചെയ്യുന്നു, പിടിച്ചെടുക്കുന്നു. ORVR system helps to reduce the hydrocarbons emissions by the approximately 95% during the vehicle refueling process. വാഹനത്തിൽ ഫ്യൂല് റീഫിൽ ചെയ്യുന്ന സമയത്ത് എൻജിൻ ടാങ്കിൽ നിന്നും പുറത്തോട്ട് വരാൻ സാധ്യതയുള്ള ഏകദേശം 95% വേപ്പേഴ്സിനെയും ഇത് പിടിച്ചെടുത്ത് ടാങ്കിനകത്ത് തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് ORVR സിസ്റ്റം എന്ന് പറയുന്നത്. ORVR system is able to retain those emissions. അതായത് ഇങ്ങനെ റീഫിൽ ചെയ്യുന്ന സമയത്ത് അറ്റ്മോസ്ഫിയറിലേക്ക് പോകാൻ സാധ്യതയുണ്ടായിരുന്ന ഫ്യൂലിനെ ടാങ്കിനകത്ത് പിടിച്ചു വയ്ക്കുകയും ഡെലിവറിങ് ദം ടു ദ കാനിസ്റ്റർ ആൻഡ് ദെൻ ടു ഡിസ്പോസ് ഓഫ് ദോസ് വേപ്പേഴ്സ് ബൈ ആഡിങ് ദം ടു ദ എൻജിൻ ഇൻലെറ്റ് മാനിഫോൾഡ് ആൻഡ് ദ സ്ട്രീം ഓഫ് ഫ്യൂൽ സപ്ലൈ ടു ദ എൻജിൻ ഡ്യൂറിങ് നോർമൽ ഓപ്പറേഷൻ. അപ്പോൾ ഈ ഗ്യാസ് ടാങ്കിൽ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന ഗ്യാസ് വേപ്പേഴ്സിനെ ഒരു കാനിസ്റ്ററിലേക്കാണത് നേരെ എത്തിക്കുന്നത്. ഈ കാനിസ്റ്ററിൽ നിന്നും വീണ്ടും അത് ഇൻലെറ്റ് മാനിഫോൾഡിലേക്ക് പ്രത്യേക സമയങ്ങളിൽ മാത്രമായിട്ട്, അതായത് എല്ലാ സമയത്തും കാനിസ്റ്ററിൽ നിന്നും ഈ ഫ്യൂൽ വേപ്പേഴ്സ് എഞ്ചിനകത്തേക്ക് എൻട്രി ചെയ്യില്ല. ഏതാണോ അഡോപ്റ്റ് ചെയ്യാൻ പറ്റുന്ന അവൈലബിൾ ആകേണ്ട സമയം, ആ സമയത്ത് മാത്രമേ ഈ കാനിസ്റ്ററിൽ നിന്നും ഫ്യൂല് എഞ്ചിനകത്തേക്ക് എത്തുകയുള്ളൂ. ഇങ്ങനെ ചെയ്യുന്ന സിസ്റ്റത്തിന് പറയുന്ന പേരാണ് ORVR അല്ലെങ്കിൽ ഓൺ ബോർഡ് റീഫില്ലിംഗ് വേപ്പർ റിക്കവറി സിസ്റ്റം എന്ന് പറയും. ഈ സിസ്റ്റം എൻജിൻ റീഫിൽ ചെയ്യുന്ന സമയത്ത് പൊല്യൂഷൻ ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഫ്യൂൽ വേപ്പേഴ്സിനെയാണ് പിടിച്ചെടുക്കുന്നത്. ഓക്കെ, അടുത്താണ് EVAP എന്ന് പറയുന്നത്, എവാപ്പറേറ്റീവ് എമിഷൻ കൺട്രോൾ സിസ്റ്റം അഥവാ EVAP എന്ന് പറയുന്നത് is used to prevent gasoline vapors from escaping into the atmosphere from the fuel tank and the fuel system. ഫ്യൂൽ ടാങ്കിൽ നിന്നും ഫ്യൂൽ സിസ്റ്റത്തിൽ നിന്നും അറ്റ്മോസ്ഫിയറിലേക്ക് പൊല്യൂഷൻ ഉണ്ടാക്കാൻ നേരത്തെ റീഫിൽ ചെയ്യുന്ന സമയത്താണെങ്കിൽ ഇത് ടാങ്കിനകത്ത് ഉള്ള ഫ്യൂൽ ടാങ്കിനകത്തുള്ള വേപ്പേഴ്സിനെ അല്ലെങ്കിൽ ഫ്യൂൽ സിസ്റ്റത്തിനകത്ത് ഉണ്ടാകാൻ സാധ്യതയുള്ള ഫ്യൂൽ വേപ്പേഴ്സ് ഫ്യൂൽ വെൻറ്റ് ഹോളിൽ കൂടെ പുറത്തു പോകാൻ ഫ്യൂൽ ടാങ്കിലെ വെൻറ്റ് ഹോളിൽ കൂടെ അറ്റ്മോസ്ഫിയറിലേക്ക് പുറത്തു പോകാൻ സാധ്യതയുണ്ട്. അതിനെ ടാങ്കിനകത്ത് മെയിൻറ്റെയിൻ ചെയ്യും. അത് വീണ്ടും നേരത്തെ പറഞ്ഞ പോലെ ഒരു കാനിസ്റ്ററിലേക്ക് എത്തിച്ച് എഞ്ചിനകത്തേക്ക് കൊടുക്കുകയും ചെയ്യുന്ന പ്രോസസ് സിസ്റ്റത്തിന് പറയുന്ന പേരാണ് എവാപ്പറേറ്റീവ് എമിഷൻ കൺട്രോൾ സിസ്റ്റം. ടാങ്കിനകത്തു നിന്നും പേപ്പറായിട്ട് പോകും, വെൻറ്റ് ഹോൾ വഴിക്ക് പുറത്തു പോകാൻ സാധ്യതയുള്ളതിനെ കൺട്രോൾ ചെയ്യാനായിട്ട് കൊടുത്തിരിക്കുന്ന സിസ്റ്റം എന്ന് പറയുന്നത്. എ ടിപ്പിക്കൽ സിസ്റ്റം കൺസിസ്റ്റ് ഓഫ് എ സ്മാൾ കാനിസ്റ്റർ full of charcoal, valves, hoses, vents in the fuel lines and a sealed fuel tank cap. ടാങ്ക് സീൽഡ് ആയിരിക്കും, വെൻറ്റ് ഹോളൊന്നും കൊടുത്തിട്ടുണ്ടായിരിക്കില്ല. പുറമെ വാൽവുകളും ചാർക്കോൾ ഉള്ള ഒരു കാനിസ്റ്ററും വെൻറ്റ് ഹോൾസും അതിനകത്തൊരു വെൻറ്റ് ഹോളും ഒക്കെ കൊടുത്തിരിക്കുന്ന ഒരു സിസ്റ്റമാണ് ഈ EVAP സിസ്റ്റം എന്ന് പറയുന്നത്. when the fuel evaporates inside the fuel tank, ടാങ്കിനകത്ത് ഏതെങ്കിലും സമയത്ത് ഒരു ഫ്യൂൽ എവാപ്പറേഷൻ നടക്കുകയാണെന്നുണ്ടെങ്കിൽ the excess vapors are transferred to the charcoal canister. ഓൾറെഡി പണ്ടൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ഒരു എവാപ്പറേഷൻ നടക്കുകയാണെങ്കിൽ അത് വെൻറ്റ് ഹോളിൽ കൂടെയാണ് അറ്റ്മോസ്ഫിയറിലേക്ക് പോയി പൊല്യൂഷൻ നടന്നിരുന്നു. അതിനെ ഇല്ലാതാക്കാൻ വേണ്ടി സീൽഡ് വെൻറ്റ് ഹോൾ കൊടുത്തപ്പോൾ, ഫ്യൂൽ ടാങ്ക് ഒക്കെ കൊടുത്തു കഴിഞ്ഞപ്പോൾ, ഫ്യൂൽ ക്യാപ്പ് കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇങ്ങനെ നിറയുന്ന വേപ്പേഴ്സ് നേരെ ഒരു ചാർക്കോൾ കാനിസ്റ്ററിലേക്കാണ് എത്തിച്ചേരുന്നത്. They are stored there until they can safely be transferred back to the engine to be burned with the normal air fuel mixture. ഇത് എപ്പോഴാണ് എഞ്ചിന് സേഫായിട്ടൊരു സമയത്ത് എത്തിച്ചേർക്കേണ്ടത് ആ സമയത്ത് സിസ്റ്റം ഓപ്പൺ ചെയ്യുകയും കാനിസ്റ്ററിൽ നിന്നും ഫ്യൂൽ വേപ്പേഴ്സിനെ നേരെ എഞ്ചിനകത്തേക്ക് എത്തി നോർമൽ എയർ ഫ്യൂൽ മിക്സറിൻ്റെ കൂടെ തന്നെ കടത്തിവിട്ട് കത്തിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിനെ പറയുന്ന പേരാണ് EVAP എന്ന് പറയുന്നത്, എവാപ്പറേറ്റീവ് എമിഷൻ കൺട്രോൾ സിസ്റ്റം എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു ഫിഗറാണ് ചിത്രത്തിൽ കൊടുത്തിരിക്കുന്നത്. ആ ചിത്രത്തിൽ ഫ്യൂൽ ടാങ്ക് ഉണ്ട്, വെൻറ്റ് ലൈൻ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. നോക്കുക, അത് നേരെ വെൻറ്റ് ലൈൻ കൊടുത്തിരിക്കുന്നത് കാനിസ്റ്ററിലേക്കാണ് കൊടുത്തിരിക്കുന്നത്. ഈ കാനിസ്റ്ററിലേക്കുള്ള കണക്ഷൻ നേരെ പോകുന്നത് EVAP
ഒരു വെൻറ്റ് ഹോളിലേക്കാണ് കൊടുത്തിരിക്കുന്നത്. നോക്കിയാൽ കാണാം, കാനിസ്റ്ററിൽ ഒരു വെൻറ്റ് ഹോൾ കൊടുത്തിട്ടുണ്ട് സോളിനോയിഡ് ഓപ്പറേറ്റഡ് പോലെ. അല്ലാതെ ഒരു പർജ് സെൻസർ വഴിക്ക് നേരെ പർജ് വാൽവിലേക്ക് പോയിട്ടുണ്ട്. EVAP പർജ് വാൽവ് എന്ന് പറയുന്നത് കൊടുത്തിട്ടുണ്ട്. ഈ പർജ് വാൽവിലേക്കുള്ള കണക്ഷൻ എന്ന് പറയുന്നത് കൊടുത്തിരിക്കുന്നത് ഒരു പർജ് വാൽവ് സോളിനോയിഡിൻ്റെ സഹായത്താലാണ്. അതായത് കാനിസ്റ്ററിനകത്തു നിന്നും 2 കണക്ഷൻ പോകുന്നുണ്ട്. ഒന്ന് അറ്റ്മോസ്ഫിയറിലേക്ക് പോകുന്ന ഒരു EVAP വെൻറ്റ് ഹോളായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നൊന്നുള്ളത് പർജ് സെൻസറിൽ കൂടെ പർജ് വാൽവിനെ ഓപ്പറേറ്റ് ചെയ്തുകൊണ്ട് നേരെ എൻജിൻ മാനിഫോൾഡിലേക്കാണ് പോയിരിക്കുന്നത്. അപ്പോൾ ഏതെങ്കിലും സമയത്ത് എൻജിൻ മാനിഫോൾഡ് ആവശ്യപ്പെടുന്ന സമയത്ത് എൻജിൻ മാനിഫോൾഡ് അത് തീരുമാനിക്കുന്നത് ഈ പർജ് ഫ്ലോ സെൻസറാണ്. പർജ് ഫ്ലോ സെൻസറും EVAP പർജ് സോളിനോയിഡും EVAP പർജ് സോളിനോയിഡ് എന്ന് പറയുന്നതും പർജ് ഫ്ലോ സെൻസർ എന്ന് പറയുന്നതും PCM-ആയിട്ട് കണക്ഷൻ ഉണ്ട്. അതേപോലെ EVAP വെൻറ്റ് സോളിനോയിഡ് എന്ന് പറയുന്ന ഓപ്പൺ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുള്ളതും സോളിനോയിഡിലേക്ക് PCM-ലേക്ക് കണക്ഷൻ ഉണ്ട്. കൂടാതെ ഫ്യൂൽ ടാങ്കിൽ നിന്നും ഫ്യൂൽ ടാങ്കിൻ്റെ പ്രഷർ സെൻസറും കണക്ഷൻ ഉണ്ട്. ഫ്യൂൽ ലെവൽ സെൻസറും ഫ്യൂൽ ലെവൽ എത്രയുണ്ടെന്ന് കാണിക്കുന്ന ഡാഷ്ബോർഡിലുള്ള കണക്ഷനും ഫ്യൂൽ ടാങ്കിൻ്റെ പ്രഷർ എത്രയുണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കണക്ഷൻ പറയും. ഇത് കൂടാതെ EVAP സിസ്റ്റത്തിൽ വരുന്ന കണക്ഷൻ എന്ന് പറയുന്നത് പർജ് ഫ്ലോ സെൻസറും പർജ് ഫ്ലോ സോളിനോയിഡുമാണ്. ഈ രണ്ടിൻ്റെ സഹായത്താൽ PCM തീരുമാനിക്കും ഈ കാനിസ്റ്ററിൽ നിന്നും എപ്പോഴാണ് ഫ്യൂൽ വേപ്പേഴ്സ് എഞ്ചിനകത്തേക്ക് പോകേണ്ടതെന്നുള്ളത്. when the engine ready to receive these vapors, എപ്പോഴാണ് എൻജിൻ ഈ വേപ്പേഴ്സിനെ റിസീവ് ചെയ്യുന്ന സമയം നിന്ന് പർജ് വാൽവ്, വാക്യൂം ടൈപ്പ് പർജ് വാൽവ് ഉണ്ട്, സോളിനോയിഡ് ടൈപ്പ് പർജ് വാൽവ്. പർജ് വാൽവ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഈ ചിത്രത്തിൽ കൊടുത്തിരിക്കുന്ന ഒരു ഇലക്ട്രോണിക്കലി ഓപ്പറേറ്റഡ് പർജ് വാൽവാണ്. കൂടാതെ ഒരു വാക്യൂം ഓപ്പറേറ്റ് ചെയ്യുന്ന പർജ് വാൽവും ഓൾഡൻ ഡേയ്സിൽ നേരത്തെ ഉള്ള സമയങ്ങളിൽ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. ഇത് പർജ് വാൽവ് എപ്പോഴാണ് തുറക്കുന്നത് ആ സമയത്ത് എൻജിൻ മാനിഫോൾഡ് വാക്യൂം എന്ന് പറയുന്നത് നേരെ EVAP-ൽ എത്തുകയും അവിടെ നിന്നും പർജ് കാനിസ്റ്ററിൽ എത്തുകയും കാനിസ്റ്ററിൽ നിന്നും ഫ്യൂൽ വേപ്പേഴ്സിനെ എഞ്ചിനകത്തേക്ക് വലിച്ചുകൊണ്ട് പോയി നിന്നു. ഫ്രഷ് എയർ ക്രിയേറ്റ്സ് എ വാക്യൂം ദാറ്റ് ഡ്രോസ് വേപ്പേഴ്സ് ഇൻ ടു ദ എഞ്ചിൻ. ഫ്രഷ് എയർ ഈസ് ആൾസോ ഡ്രോൺ ത്രൂ ദി വെന്റ് ആൻഡ് വാൽവ്സ് ടു മിക്സ് വിത്ത് ദ വേപ്പേഴ്സ് ഫ്രം ദ ബെറ്റർ കമ്പഷൻ. സാധാരണ നോർമൽ പോയിക്കൊണ്ടിരിക്കുന്ന എയർ മിഷറിനകത്തേക്ക് തന്നെയാണ് ഇത് സപ്ലൈ ചെയ്യുന്നത്. ദി സിസ്റ്റം ക്യാൻ ബി കൺട്രോൾഡ് മെക്കാനിക്കലി ഓർ മോസ്റ്റ് ഓൺ ന്യൂവർ കാർസ് ത്രൂ ദ എഞ്ചിൻ ഈസി. ഇപ്പോൾ ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് ECM കൺട്രോൾ ചെയ്യുന്നൊരു EVAP സിസ്റ്റമാണ്. അത് ഓൾറെഡി മെക്കാനിക്കൽ എന്ന് പറഞ്ഞാൽ വാക്യൂം കൺട്രോളായിട്ട് സിസ്റ്റമായിട്ടും വർക്ക് ചെയ്തിരുന്നു. The ECM then opens the canister solenoid type purge valve which allows the intake vacuum to draw the fuel vapors into the engine. അതായത് എന്തായാലും ടാങ്കിനകത്ത് റിമെയിൻ ചെയ്തിരിക്കുന്ന ഫ്യൂൽ വേപ്പേഴ്സിനെ കാനിസ്റ്റർ ചാർക്കോൾ നിറച്ചിരിക്കുന്ന കാനിസ്റ്ററിൽ എത്തി ക്യാരി ചെയ്യുന്നു. ഈ കാനിസ്റ്ററിൽ ഇരിക്കുന്ന വേപ്പേഴ്സ് എൻജിൻ ആവശ്യപ്പെടുന്ന സമയത്ത്, അതായത് പർജ് സെൻസർ എപ്പോഴാണോ സോളിനോയിഡ് പർജ് വാൽവിനെ ഓപ്പറേറ്റ് ചെയ്യുന്നത് അതിൻ്റെ ഫലമായിട്ട് വാൽവ് തുറക്കുകയും ഈ കാനിസ്റ്ററിൽ നിന്നും ഫ്യൂൽ വേപ്പേഴ്സ് എഞ്ചിനകത്തേക്ക് പോവുകയും ചെയ്യുന്നു. ഇനി ഏതെങ്കിലും സമയത്ത് ലോങ് ഡ്യൂറേഷനകത്ത് ഈ പർജ് വാൽവ് തുറക്കാതിരിക്കുകയാണെന്ന് വെച്ചാൽ ആവശ്യമില്ലാത്തൊരു സമയമാണ് എഞ്ചിൻ റിക്വയർഡ് പറയുന്നേ ഇല്ല എന്നുണ്ടെങ്കിൽ കാനിസ്റ്ററിൽ നിന്നൊരു വെൻറ്റ് ഹോൾ കൊടുത്തിട്ടുണ്ട്. സോളിനോയിഡ് ഓപ്പറേറ്റഡ് വെൻറ്റ് ഹോൾ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. EVAP വെൻറ്റ് സോളിനോയിഡ് ഓപ്പൺ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അതുവഴിക്ക് ഇതിനകത്തുനിന്ന് വേപ്പേഴ്സിന്, പക്ഷേ ആ പുറന്തള്ളുന്ന സമയത്ത് ചാർക്കോളിനകത്തുനിന്ന് പോകുന്ന വേപ്പേഴ്സ് എന്ന് പറയുന്നത് എമിഷൻ ഇല്ലാത്ത തരത്തിലുള്ളൊരു വേപ്പറായിട്ടാണ് കൺവേർട്ട് ചെയ്ത് കൊടുക്കുന്നത്. ഒരു പ്രോസസ്സ് നടത്തിയതിന് ശേഷമാണിത് പുറന്തള്ളപ്പെടുന്നത്. നേരെ ടാങ്കിൽ നിന്നും പുറന്തള്ളപ്പെടുന്ന ഒരു ഗ്യാസ് പോലെ ആയിരിക്കില്ല ഈ കാനിസ്റ്ററിൻ്റെ വേപ്പർ വെൻറ്റ് ഹോൾ വഴിക്ക് പുറന്തള്ളപ്പെടുന്ന വേപ്പർ എന്ന് പറയുന്നത്. ഇനി ഈ സിസ്റ്റത്തിൽ തന്നെ EVAP സിസ്റ്റം ഞാൻ പറഞ്ഞു മെക്കാനിക്കൽ ഓപ്പറേറ്റഡ് സിസ്റ്റം ഉണ്ടെന്ന് പറഞ്ഞു. നമ്മൾ ചിത്രത്തിൽ നോക്കിയാൽ കാണാം ബാക്കിയെല്ലാം ഏകദേശം ഉണ്ട്. ടാങ്കിനകത്തുനിന്ന് നേരെ കണക്ഷൻ വന്ന് നിൽക്കുന്നത് പർജ് വാൽവിൽ വന്ന് നിൽക്കുന്നത്. പക്ഷേ പർജ് വാൽവിൽ ഓപ്പറേറ്റ് ചെയ്യുന്നത് പർജ് ലൈൻ ടു കാർബറേറ്റർ ഓർ മാനിഫോൾഡ്. അതായത് ഒരു MPFA എഞ്ചിനല്ലാത്ത കാർബറേറ്റർ ടൈപ്പോ അല്ലെങ്കിൽ നേരത്തെ ഉണ്ടായിരുന്ന ടൈപ്പിലെല്ലാം ഉപയോഗിച്ചിരുന്ന ഒരു EVAP സിസ്റ്റമാണ് ഈ ചിത്രത്തിൽ കൊടുത്തിരിക്കുന്നത്. ഇതിനകത്ത് പർജ് വാൽവിനെ ഓപ്പറേറ്റ് ചെയ്യുന്നത് കാർബറേറ്ററിനകത്തുനിന്ന് വരുന്ന വാക്കം അല്ലെങ്കിൽ മാനിഫോൾഡ് വാക്കമാണ് പർജ് വാൽവിനെ ഓപ്പറേറ്റ്. എപ്പോഴാണോ മാനിഫോൾഡ് വാക്കം ഹൈ ആവുന്നത് ആ സമയത്ത് പർജ് വാൽവ് ഓപ്പൺ ആകുകയും ആ സമയത്ത് ഇതിനകത്തുനിന്നും ഫ്യൂംസ് നേരെ എഞ്ചിനകത്തേക്ക് ബേൺ ചെയ്യാനായിട്ട് പോകും. നമുക്കറിയാം മാനിഫോൾഡിനകത്തും വാക്കം കൂടുന്ന ലോ സ്പീഡ് സമയത്ത് ഐഡ്ലിംഗ് സമയത്താണ്. ആ ഐഡ്ലിംഗ് സമയത്ത് സാധാരണയായിട്ട് ഫ്യൂംസ് ഇതിനകത്തുനിന്ന് പോകാറുണ്ട്. ഒരു ഹൈ സ്പീഡ് സമയത്ത് ഈ ഫ്യൂംസിൻ്റെ ആവശ്യമില്ല. നല്ലൊരു എയർഫ്യൂൽ സ്ട്രെങ്ത് ആയിട്ടുള്ളൊരു റിച്ച് മിക്സർ ആവശ്യമുള്ളതുകൊണ്ട് തന്നെ ആക്ച്വലി ഈ ഫ്യൂംസ് പോകുന്നതിന് പകരം നല്ലൊരു റിച്ച് മിക്സർ റേഷ്യോ വേറെ എഞ്ചിനകത്തേക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ടാവും. അപ്പോൾ മാനിഫോൾഡ് വാക്യൂം ഓപ്പറേറ്റഡ് എന്ന് പറയുന്ന സിസ്റ്റമാണ് ഈ ചിത്രത്തിൽ കൊടുത്തിരിക്കുന്നത്.
നേരത്തെ കണ്ട ചിത്രത്തിൽ കഴിഞ്ഞ ചിത്രം എന്ന് പറയുന്നത് ഒരു സോളിനോയിഡ് പർജ് വാൽവ് ഓപ്പറേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു പർജ് സെൻസറിൻ്റെ സഹായത്താൽ സോളിനോയിഡ് ഓപ്പറേറ്റ് ചെയ്ത് സോളിനോയിഡ് ഓപ്പൺ ചെയ്യുന്ന ഒരു പർജ് വാൽവ് ആയിരുന്നു കൊടുത്തിരുന്നത്. ഇവിടെ വാക്വം ഓപ്പറേറ്റഡ് പർജ് വാൽവാണ് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് മനസ്സിലാക്കാൻ പോകുന്ന കാര്യം എന്ന് പറയുന്നത് SCR എന്ന് പറയുന്നതാണ്, സെലക്റ്റീവ് കാറ്റലിറ്റിക് റിഡക്ഷൻ എന്ന് പറയുന്നത്. ദ SCR ഓർ സെലക്റ്റീവ് കാറ്റലിറ്റിക് റിഡക്ഷൻ unit is a specially designed component in a BS6 engine to reduce emissions. BS6 എഞ്ചിൻസിൽ എമിഷൻസിന് കൺട്രോൾ ചെയ്യാനായിട്ട് കൊടുത്തിരുന്നത് സ്പെഷ്യലി ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു ഡിവൈസാണ് SCR അല്ലെങ്കിൽ സെലക്റ്റീവ് കാറ്റലിറ്റിക് റിഡക്ഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ആൻ അഡ്വാൻസ്ഡ് ആക്റ്റീവ് എമിഷൻ കൺട്രോൾ ടെക്നോളജി സിസ്റ്റം ദാറ്റ് ഇൻജെക്ട്സ് എ ലിക്വിഡ് റിഡക്റ്റന്റ് ഏജന്റ് ത്രൂ എ സ്പെഷ്യൽ കാറ്റലിസ്റ്റ് ഇൻ ടു ദ എക്സോസ്റ്റ് സ്ട്രീം ഓഫ് ഡീസൽ എഞ്ചിൻ. ഡീസൽ എഞ്ചിനിലെ എക്സോസ്റ്റ് ഗ്യാസിനകത്തേക്ക് ഒരു സ്പെഷ്യൽ ലിക്വിഡ് റിഡക്റ്റൻ്റ് ഏജൻ്റായിട്ട് മിക്സ് ചെയ്തിരിക്കുന്ന ഒരു ലിക്വിഡ് സ്പ്രേ ചെയ്യുന്ന സിസ്റ്റമാണ് SCR സിസ്റ്റം എന്ന് പറയുന്നത്. That means it is called selective because it reduces level of nitrogen oxide using ammonia as a reductant within a catalytic system. ഈ സിസ്റ്റത്തിനകത്ത് നൈട്രജൻ ഓക്സൈഡിനെ കുറയ്ക്കാനായിട്ടാണ് അമോണിയ മിക്സ് ചെയ്തിരിക്കുന്ന റിഡക്റ്റൻ്റ് ഫ്ലൂയിഡാണ് ഇതിനകത്തേക്ക് സ്പ്രേ ചെയ്യുന്നത്. ഇനി ആ ഫ്ലൂയിഡ് എന്താണെന്ന് നമുക്ക് പറയാം. അതിനെയാണ് നമ്മൾ സാധാരണയായിട്ട് AD ബ്ലൂ അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി പറയുന്നത് ഡീസൽ എക്സോസ്റ്റ് ഫ്യൂൽ എന്ന് പറയുന്നത്, DEF എന്ന് പറയുന്നത്. AD ബ്ലൂ ഈസ് എ ബ്രാൻഡ് നെയിം ഓഫ് സ്പെഷ്യൽ ഡീസൽ എക്സോസ്റ്റ് ഫ്ലൂയിഡ്. അതായത് DEF എന്ന് പറയുന്നതും AD ബ്ലൂ എന്ന് പറയുന്നത് ഒരു ബ്രാൻഡ് നെയിമാണ്. The fluid is made from urea and deionized water that's stored in the car. കാറിനകത്ത് സാധാരണയായിട്ട് ഡീഅയണൈസ്ഡ് വാട്ടറും യൂറിയയും മിക്സ് ചെയ്തിരിക്കുന്ന ഒരു ഫ്ലൂയിഡ്, അതായത് AD ബ്ലൂ ഫ്ലൂയിഡ് എന്ന് പറയുന്ന സാധനം സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. When the car's engine runs, AD blue does its job as it's mixed with the exhaust gases and convert the pollutant from the exhaust gases into the nitrogen and water which make it കംപ്ലീറ്റ്ലി ഹാംലെസ് ഓഫ് ദ എൻവയോൺമെൻറ്റ്. സാധാരണയായിട്ട് BS6 എഞ്ചിന് എന്താ ചെയ്യുന്നത്, എക്സോസ്റ്റ് ഗ്യാസിനകത്തേക്ക് AD ബ്ലൂ എന്ന് പറയുന്ന അല്ലെങ്കിൽ സ്പെഷ്യൽ ഡീസൽ എക്സോസ്റ്റ് ഫ്ലൂയിഡിനെ സ്പ്രേ ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് ഹാംഫുള്ളായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന നൈട്രജൻ ഓക്സൈഡിനെ ഇല്ലാതാക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. അങ്ങനെയാണ് ഈ ഒരു BS6 എഞ്ചിനിൽ ഇത് വർക്ക് ചെയ്യുന്നത്. നോക്കാം, ഹൗ ഡസ് എ BS6 എഞ്ചിൻ വർക്ക്സ് എന്ന് പറയുന്നത്. BS6 എഞ്ചിൻ വർക്ക്സ് ഓൺ ദ അക്കൗണ്ട് ഓഫ് സെലക്റ്റീവ് കാറ്റലിറ്റിക് റിഡക്ഷൻ യൂണിറ്റ്. SCR യൂണിറ്റിൻ്റെ സഹായത്താലാണ് ഒരു BS6 എഞ്ചിൻ വർക്ക് ചെയ്യുന്നത്. വിച്ച് ഈസ് ആൻ അഡ്വാൻസ്ഡ് എമിഷൻ കൺട്രോൾ യൂണിറ്റ് ഡെവലപ്ഡ് ബൈ ദ മാനുഫാക്ചേഴ്സ് ടു കൺട്രോൾ എമിഷൻസ് ഇൻ എ കാർ യൂസിങ് എ റിഡക്റ്റൻറ്റ് ഏജൻറ്റ് വിച്ച് ഈസ് യൂഷ്വലി ഓട്ടോമോട്ടീവ് ഗ്രേഡ് യൂറിയ. അതായത് ഒരു പ്രത്യേക ലിക്വിഡിൻ്റെ സഹായത്താലാണ് BS6 എഞ്ചിനിൽ മാക്സിമം എമിഷൻസ് ഇല്ലാതാക്കുന്ന രീതിയിൽ ചെയ്തിരിക്കുന്നത്. ഇൻ ബാരൽ സൈസ് 6 BS6 ദ SCR യൂണിറ്റ് കൺവേർട്ട് നൈട്രജൻ oxide into two harmless particles that is ഡയറ്റമിക് നൈട്രജൻ ആൻഡ് വാട്ടർ യൂസിങ്. നേരത്തെ നമ്മൾ വെറും നൈട്രജൻ ആക്കി വെച്ചിരുന്നു. ഇത് ഡയറ്റമിക് നൈട്രജൻ എന്നാൽ ഒരു സാധാരണ ഒന്നുമില്ലാത്തൊരു വാതകം, സാധാരണ ഒരു ഹാംഫുള്ളും അല്ലാത്തൊരു വാതകമായിട്ടാണ് ഇത് കൺവേർട്ട് ചെയ്ത്, കൂടാതെ വാട്ടറായിട്ടും പറ്റുന്നു ബൈ യൂസിങ് AD ബ്ലൂ ഓർ ഡീസൽ എക്സോസ്റ്റ് ഫ്ലൂയിഡ്. DEF ഫ്ലൂയിഡ് അല്ലെങ്കിൽ AD ബ്ലൂവിൻ്റെ സഹായത്താലാണ് ഇത് നടക്കുന്നത്. ഡീസൽ ഫ്ലൂയിഡ് ഈസ് മെയ്ഡ് ഓഫ് യൂറിയ ആൻഡ് ഡീഅയനൈസ്ഡ് വാട്ടർ. അതിൻ്റെ കോമ്പിനേഷൻ എന്ന് പറയുന്നത് യൂറിയയും ഡീഅയനൈസ്ഡ് വാട്ടറുമാണ്. SCR ഫിറ്റഡ് ഡീസൽ നീഡഡ് എ സ്പെഷ്യൽ ടാങ്ക് ഫോർ യൂറിയ ഫ്ലൂയിഡ്. സാധാരണയായിട്ട് SCR ഈ സെലക്റ്റീവ് കാറ്റലിറ്റിക് റിഡക്ഷൻ ഉണ്ടെങ്കിൽ അങ്ങനത്തെ വാഹനങ്ങളിലാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് ഒരു വേറെ സ്പെഷ്യൽ ടാങ്ക് ഈ യൂറിയയ്ക്ക് വേണ്ടി, യൂറിയ ഫിറ്റ് അല്ലെങ്കിൽ DEF ഫ്ലൂയിഡ് ഫിറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കൊടുത്തിരിക്കണം. ചിത്രത്തിൽ നോക്കിയാൽ കാണാം, ഡീസൽ എന്ന് എഴുതിയിട്ടുണ്ട്. തൊട്ടിപ്പുറത്ത് AD ബ്ലൂ ഓർ DEF എന്ന് പറയുന്നതിനോട് വേറൊരു ടാങ്കും കൊടുത്തിരിക്കുന്നു. ആക്ച്വലി ഇത്രയുമാണ് ഒരു എമിഷൻ കൺട്രോൾ സിസ്റ്റമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന പഴയ കാര്യങ്ങൾ തൊട്ട് ഇതുവരെയുള്ള കാര്യങ്ങൾ നമ്മളൊന്ന് ഓടിച്ച് പഠിച്ചിട്ടുണ്ട്. മാക്സിമം ഇതിലെ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഓക്കെ, താങ്ക് യു.